എന്തിനെന്ന് ജോക്ക് ഏത് മൂഡ്, ഓണം മൂഡ്, ഏത് മൂഡ്, ഡ്രസ് മൂഡ്. ഹേ ഗൈസ്, ഓണമൊക്കെ അല്ലേ വരാൻ പോണം. ഓണം വന്ന പിന്നെ ഒരു ഓണക്കോടി, അത് പിന്നെ പതിവാണ്. നമുക്ക് എന്ത് പരിപാടി വീട്ടിൽ വന്നാലും നമ്മൾ ഡ്രസ്സ് എടുക്കുക. ഈ കഴുക്കൂട്ടം കണിയാപുരം ഏരി വിട്ട് നമ്മളെന്തായാലും പുറത്തോട്ട് പോകാൻ പോണില്ല. അപ്പോൾ ഇന്നും ഡ്രസ്സ് എടുക്കാൻ ഞാനും അമ്മയും കൂടി കഴുക്കൂട്ടത്താണ് പോകാൻ തീരുമാനിച്ചത്. കഴുക്കൂട്ടത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ കണിയാപുരത്തോട്ട് വരും. അവിടെ വിട്ടൊരു കളിയേ ഇല്ല. പിന്നെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി അപ്പം അമ്മ അതേ കുറേ മല്ലിയും മുളകും കൂടി എടുത്തിട്ട് വരുന്നേ. കുറേ മല്ലിയും മുളകും കൂടി എടുത്തിട്ട് വന്ന് പോണ പോക്കിൽ പൊടിച്ചുകൊണ്ട് വരാൻ. സ്വാഭാവികം, അമ്മമാരുടെ കൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ സഹിക്കേണ്ടി. അപ്പോൾ നമുക്ക് നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാം. അമ്മ ഇത് രണ്ടാമത്തെ കടയാണ്. ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കണം. അമ്മ പാവാടിടാൻ പോണ കൊള്ളാങ്കി എടു. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഞാൻ നോക്കാൻ, അമ്മ നോക്ക്. ഈ കടയിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകും. അല്ല ഇതൊക്കെ ആർക്ക് നോക്കണേ? ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം അല്ല അമ്മ വെച്ചാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി. പക്ഷെ അമ്മ ഇതൊന്നും ഇടണ്ട. ഇട്ട അമ്മ ഏത് മോളെ ഏതൊന്നും തിരിച്ചറിയാൻ പറ്റൂല. എനിക്ക് ഈഗോ അടിക്കും. ആ ഇത് കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. നമ്മൾ നല്ല ഡിസൈൻ വരും. ഇത് വെച്ചതൊക്കെയാണ്. ആ കൊള്ളാം, വെള്ള പാന്റിന്റെ കൂടെ ചേരും. ആ കുർത്ത എങ്ങനെ എന്തെങ്കിലും നോക്കി. എന്തായാലും എനിക്ക് ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടു. ഇത് മാറ്റിവേ. ഗൈസ്, അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേ കോട്ട് സെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ടാവും? ഇഷ്ടപ്പെട്ട? അമ്മ ഇങ്ങനത്തെ കോളറായിട്ടുള്ള ഡ്രസ്സൊന്നും അധികം ഇടാത്തതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഇടാൻ സുഖമുണ്ടോ? ഞാനൊരു വലിയ സംഭവം അല്ലേ? അപ്പൊ എടുക്കട്ടെ ഇത്. പക്ഷെ എനിക്കിതാ ഇത് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. ഇതും കൂടി ഇട്. നമ്മൾ ആദ്യം നോക്കിയത് മീഡിയം സൈസ് ആയിരുന്നു. ഇതിപ്പോ എക്സൽ ആണ്. എനിക്കെന്തോ ഈ കളർ ഇഷ്ടപ്പെട്ടു. ചേരുവ അമ്മയ്ക്ക് ചേരും. ഇതും കൂടി ഇട്ട് നോക്ക്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും എടുക്കാം. ഇഷ്ടപ്പെട്ടല്ലേ? ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാ കൊണാന്നൊന്നും പറയരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ, കൊള്ളാം. പിന്നെ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇട്ട് ശീലിക്കണം. എപ്പോഴും കോളർ ഇല്ലാത്തൊക്കെ മാത്രമല്ലേ ഇടയല്ലേ. ഇട്ടിട്ട് വരുമ്പോൾ ശീലമായിക്കോളും. ഞാൻ പോലും കോട്ട് സെറ്റ് ഇട്ടിട്ടില്ല. നല്ല ആദ്യം അമ്മ ഇട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ആ കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിപ്പോൾ ഓണം സീസണാണ്. ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ട് വേണം എടുക്കാൻ. ഏത് മൂഡ്? ഓണം മൂഡ്. പക്ഷെ നമ്മൾ എടുക്കണ മൊത്തം എന്തേ ഇങ്ങനത്തെ ഡ്രസ്സാണ്. കാര്യം വേറൊന്നുമല്ല, ഓണത്തിന് ഡ്രസ്സ് എടുത്താൽ ഓണത്തിന് ഒരു ദിവസം ഇട്ട് പിന്നെ ഫുള്ള് അലമാര തന്നെ ഇരിക്കും. ഇതേപോലെയൊക്കെ ഡ്രസ്സ് എടുത്താൽ അത് നമുക്ക് പിന്നെയും ഇടാം. അതുകൊണ്ട് നമ്മൾ സെറ്റ് സാരി അതിൻ്റെ വൈബൊന്നും പിടിക്കാതെ സാധാരണ നോർമൽ ഡ്രസ്സ് എടുത്ത് ഓണത്തിന് പുതിയൊരു ഡ്രസ്സ് ഇടണം, അത്രേ ഉള്ളൂ. ഇത് മതി. ഇനി എനിക്ക് പോയിട്ട് ഇതേപോലെ അല്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാം. തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിയിട്ട് എന്താ എവിടെയെങ്കിലും പിശകുണ്ടോ? അതോ വേറെ വേണമെങ്കിൽ എടുത്തു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല ഈ കളർ എന്തായാലും അമ്മ ഇട്ടിട്ടില്ലല്ലേ. എനിക്ക് ആ ഫ്രണ്ടിലെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. കളറും പിന്നെ ഫ്രണ്ടിലെ ഒരു വർക്കൊക്കെ കൊള്ളാം. അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ചൊക്കെ ഒന്ന് അടിച്ചാൽ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ഫിറ്റിങ്സ് കിട്ടും. അതൊക്കെ നിങ്ങളെ കടയിൽ കൊണ്ടുകൊടുത്ത് അവർ ചെയ്തു തന്നോളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫിക്സ് ചെയ്ത എങ്കിലും ബാക്കിയൊക്കെ എടുത്തിട്ട് വന്ന് എല്ലാം കൂടി ഒന്ന് ട്രയൽ ചെയ്ത് നോക്ക്. അതിൽ ഇഷ്ടപ്പെട്ടത് എട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുക്കണമെങ്കിൽ അങ്ങനെ എട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?
ഗൈസ് അവസാനം കോട്ട് സെറ്റ് മാറ്റി അമ്മതേ ഈ ഡ്രസ്സ് എടുത്ത്. അതിൻ്റെ കഴുത്തെന്തോ അമ്മയ്ക്ക് അങ്ങോട്ടങ്ങ് പിടിച്ചില്ല. വേറെ കഴുത്തുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതും കൊള്ളാം. എനിക്കിതിൻ്റെ ഒരു വെള്ളയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പം അമ്മയ്ക്ക് അതിൻ്റെ മെറൂണായി. കൊള്ളാം. ഇതെല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് സൈഡ് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സൈഡ് അടിച്ചാൽ കുറച്ചും കൂടെ അത്യാവശ്യത്തിന് ഇട്ടുകൊണ്ട് ഇനി ഇത് മാറ്റോ അതോ ഇതിൽ ഉറച്ചു നിൽക്കുമോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. നോക്കട്ടെ. ഞാൻ വന്നത് കുറെ മാറ്റി മാറ്റി അതാണ് മാറി കൊണ്ടുവരണത്. അച്ഛനും ചേട്ടൻ എങ്ങാനും വന്ന് ഇതേപോലെ കാത്തു കെട്ടി നിൽക്കൊന്നുമില്ല. ഞാനാകുമ്പോ പിന്നെ കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എത്ര നേരം വേണോ നിന്ന് പുഴുക്കാൻ റെഡി ആയിട്ടാണ് വന്നത്. ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് നോക്കിയിട്ട് താല്പര്യമുള്ളത് എടുത്താ മതി. മോഡൽ എടുത്തിട്ടില്ലല്ലോ ഞാൻ. ഇല്ല, എനിക്കുണ്ട് ഇതേപോലെ ഒരെണ്ണം വെള്ള. വെള്ള വെള്ള. ഇതിട്ട് നോക്കട്ടെ. അതിട്ടോക്ക്. പക്ഷെ പച്ച കളർ അമ്മയ്ക്ക് ഉണ്ടെന്ന ഇതിന്റെ കളർ മാറ്റിയത് ഇട്ടിട്ടെങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ കളർ മാറ്റണേ കാട്ടി അല്ലത് ആദ്യമേ കളർ മാറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ട ഇല്ലാത്ത കളറൊക്കെ മാത്രം എടുത്താൽ മതി. അതാണ് നല്ലത്. ഇട്ട കളർ മാത്രം ഇട്ടാൽ ശരിയല്ല. അങ്ങനെ ഫൈനലി അമ്മ അതേ ഓണത്തിന് പറ്റിയ കോസ്റ്റ്യൂം എടുത്ത്. ഇപ്പോഴാണ് കറക്റ്റ് ഓണം വൈബായത്. ഇതെങ്ങനെയുണ്ട്? ഇതിട്ട ആരായാലും പറയാം ആ ഓണമാണെന്ന്. ഇങ്ങനെ ഇഷ്ടപ്പെട്ട. പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽ പിന്നെ കുഴപ്പമില്ല. മുള്ളു കുറേ നേരം നോക്കിയിട്ടാണ് ഒരു ഓണം കളക്ഷൻ കിട്ടിയത്. ഇതാകുമ്പോൾ പിന്നെ പേടിക്കണ്ടപ്പോൾ നമുക്ക് ഇവിടെ ക്രിസ്മസിന് എല്ലാത്തിനും പോകും തോന്നുകയാണ്. ഈ ടോപ്പ് എന്തെന്തെന്ത് കുറച്ചുകൂടി അത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് വല്ല തുണിയുടെയൊക്കെ ഇത് കുത്തണേയിരിക്കും. കുഴപ്പമില്ല. ഏത് മൂട് പൊളി മൂട് പറയുന്നത് കൊള്ളാമോ? കൊള്ളാമോ? കണ്ടിട്ട് ലുക്കുണ്ട്. ആഹാ. അപ്പോൾ പിന്നെ ഇനിയും ട്രയൽ ചെയ്ത് നോക്കും. നേരത്തെ ട്രയൽ ചെയ്ത് എല്ലാം അതേപോലെ അവിടെ ഇവിടെ കൊണ്ട് എന്നിട്ട് ഇപ്പോൾ പിന്നെ അടുത്ത ടോപ്പൊക്കെ എടുത്തിട്ട് വന്നു. ട്രയൽ ചെയ്യണതൊന്ന് എടുക്കണത് വേറെ ഏതൊക്കെയോ. അതുകൊണ്ട് ചിരിച്ചത്. എന്തിനെന്ന് ജോക്ക്. കുറേ നേരത്തെ അമ്മയുടെ യുദ്ധത്തിന് ശേഷം ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകണം. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഇത് ട്രയലിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്ന്. ഇനി ഇതിൽ എത്ര നേരം എടുക്കുമെന്ന് അറിഞ്ഞൂടെ. എങ്ങനെ പോയാലും അമ്മ 1.5 മണിക്കൂർ എടുത്ത് അതിനൊരു 4, 5, 6 ട്രയലൊക്കെ അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമൊക്കെ നോക്കും. സഹിച്ചു നിന്നോളാം, അത്ര തന്നെ. കേട്ടല്ലേ? വേഗം ഇടുന്നൊന്നും പറഞ്ഞില്ല. അമ്മ എടുത്ത സമയത്ത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ കാത്തു കെട്ടിയിരുന്നു. ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എത്ര നേരം പിന്നെ എടുത്തെന്ന് പറഞ്ഞു. അതേപോലെ നോക്കി നിന്നാണ്. കേട്ടല്ലേ? മതി. അതാ അവര് ദേഹത്ത് ചേരുന്നത് മാത്രമാണ്. നമുക്ക് പോവാം. അടുത്ത ആഴ്ച വീണ്ടും വരണ്ടേ? പിന്നെ ഓക്കെ ഗൈസ്, അരമണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. ഞാൻ അമ്മയെ കടത്തി വിട്ടുമെന്ന് കരുതിയാണ്. പക്ഷേ നടന്നില്ല. എന്തായാലും നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സാധനങ്ങളൊന്നല്ല എടുത്തത്. 3-4 വട്ടം സെലക്ട് ചെയ്ത് അവസാനം ഒരെണ്ണത്തിൽ കുറച്ച്. പിന്നെ നമുക്ക് നേരെ ബില്ല് അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അമ്മ തളർന്നു. എൻ്റെ കൂടെ ചുമ്മാ വന്നിരുന്നതേ ഉള്ളൂ. എന്നെക്കാട്ടി കൂടുതൽ ഡ്രസ്സ് ട്രൈ ചെയ്ത് അമ്മയാണ്. എന്നിട്ട് നോക്കൂ, സത്യം അരമണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തില്ല. എന്നിട്ട് അമ്മ തളർന്നു. സുന്ദരി തേപ്പടേ ഗൈസ്, ഡ്രസ്സും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും, അതായത് കുറേ പാലും പിന്നെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി എല്ലാം മേടിച്ചത് ഇപ്പം വീടെത്തിയതേ ഉള്ളൂ. തളർന്നു പോയി. ഡ്രസ്സ് എടുക്കാൻ പോണത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. കുറേ ഇട്ട് വെക്കണം, അതിലിഷ്ടപ്പെട്ടതൊക്കെ എടുക്കണം. ചിലതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാലും റേറ്റ് കാരണം എടുക്കാനും പറ്റില്ല. എന്തായാലും ഓണത്തിൻ്റെ ഏകദേശം എൻ്റെ അമ്മയുടെയും പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും അതിനിനി ഒരു ദിവസം കൂടി പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.